അതെ, നിങ്ങളെ രണ്ടാളെ അടിയന്തരമായിട്ട് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയാമോ? മക്കളുടെയൊക്കെ പ്രകടനത്തെ കുറിച്ച് അറിയിക്കാനാ. നിങ്ങളൊന്നുമില്ല ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് അല്ലേ? ഇവിടെ നടക്കുന്ന എന്താണെന്ന് അന്വേഷിക്കണ്ടോ? ഇങ്ങനെ പോണെങ്കിലേ ഈ ടീച്ചർ കൊലക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരും. അമ്മാതിരി അവന്മാരെ പോക്ക്. എടാ, നിങ്ങൾ പഠിക്കാനെന്നും പറഞ്ഞു വിടാൻ നീ കണ്ണിക്കണ്ട പിള്ളേരെ മെക്കിട്ട് കയറാനാണ്. ഞാനാരും തല്ലിയില്ല വെച്ചോ. കണ്ട, അവൻ തല്ലിയിട്ടില്ല. അവർക്ക് തല്ലി കിട്ടിയില്ല. അവനിക്ക് എന്റെ മോൻ കൊടുത്താ കൊടുത്തെന്നും പറയാം. അവൻ നുണ പറയാറുണ്ട്. എന്നെ കൂടെ ആവശ്യമില്ലാത്ത പറയപ്പിക്കുന്നത് മാഷ് വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് ഇയാളുടെ വായിലിരിക്കണ കേൾക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് താൻ PTA പ്രസിഡന്റ് 1000 രൂപ ആയിക്കോട്ടെ. ഞാൻ എന്റെ മോനെ ഇവിടെ പഠിക്കാൻ വിടണേ. അതിന് തന്റെ മോനെ തല്ലാനല്ല അവനെ ഇവിടെ വളർത്തു ദോഷമുണ്ടോ? നല്ലപോലെ 3 മാസം പറയുന്നത് അവന്റെ കണ്ണുമോനെ പിള്ളേരെ തല്ലിക്കൂടാനേ ഉള്ളൂ. കൂടുതൽ കിടക്കുന്നത് വെള്ളം വെച്ച് അടിച്ച മുതു വിളിച്ചളയും. അതെ, നിങ്ങൾ PTA പ്രസിഡന്റ് അല്ലേ? PTA പ്രസിഡന്റിന്റെ മക്കള് ഇവിടുത്തെ സ്കൂളിന്റെ മാതൃകയാവണ്ടേ? ഓ മാതൃകയാണോ? ഓന് എന്താ കുഴപ്പമുള്ളത്? അവനൊരു അക്ഷരം പഠിക്കില്ല. അവൻ മനസ്സിലായല്ലോ സാറിന്? എന്ത് മനസ്സിലായല്ലോ? നിങ്ങളുടെ മോനെ ഒരു അക്ഷരം പഠിക്കില്ല. ഇവന്മാർക്ക് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആകെ എന്താ തല്ലു പിടിക്കുക, അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഇരട്ടപ്പേര് ഇടുക. എല്ലാവർക്കും ഇരട്ടപ്പേര് ഇട്ടിട്ടുണ്ട്. എന്താ ടീച്ചറെ പേര്? എന്ത് സാറേ, ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. അറിഞ്ഞിരിക്കണം നല്ലതാണല്ലോ. ഇനി അറിയാതെ എന്റെ വായിന്ന് വന്നു പോയാലേ, അതുകൊണ്ട് ചോദിച്ചാ. അല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. രഹസ്യമായിട്ട് പറയും. എന്താ താടക രൂപിണി. അത് കലക്കി ആരായാലും അറിഞ്ഞിട്ട് പേരാ താടക രൂപിണി. നല്ല പേരാ കേട്ടോ. സാറ് ചിരിക്കൊന്നും വേണ്ട, സാറിനുണ്ട് പേര്. എന്ത്? കരടി. കരടിയല്ല ടീച്ചറെ, ഭീമക്കരടി. അങ്ങനെ പേരിടാൻ ഇവിടുത്തെ പിള്ളേരൊക്കെ പറഞ്ഞ നടന്ന മേലാലും ടീച്ചർമാർക്കും സാറന്മാർക്കും ഇട്ടപ്പോഴും ഇട്ടാണല്ലോ. കണ്ട, ഒരു കൂസലും ഇവന്മാർക്ക്. ഒരക്ഷരം ഇവന്മാരോട് പറയാൻ പറ്റില്ല. തിരിച്ച് തർക്കുത്തരെ വായിന്ന് വരുള്ളൂ. അതങ്ങനെ വരൂ ടീച്ചറെ. കാരണം ഇവരെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നേ. സാറെന്ത് വർത്താനമാണ് സാറേ ഈ പറയണം? ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് അവന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ട് ഈ സ്കൂളിൽ വിടണം. ഇന്ന് എന്റെ പണിയും കളഞ്ഞിട്ടാണ് സാറ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നേക്കണം. എന്തോരം പൈസ അവന് വേണ്ടി ഞാൻ ചെലവാക്കണമെന്ന് അറിയാമോ? പറയുമ്പോ യൂണിഫോമിന്റെ ഫീസ്, ഇമ്പോസിഷന്റെ ഫീസ്, സ്റ്റാമ്പ്, ഇതൊക്കെ ഞാൻ കൊടുത്തയക്കണില്ലേ? എന്തിന്? ഇവിടെ മാഷ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട്. എടോ, ഇത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്. ഇവിടെ ഇതൊക്കെ ഫ്രീ ആണ്. എന്നിട്ടും ഞാൻ തന്നില്ലേ? ഇവിടെ യൂണിഫോം ഫ്രീ ആണ്, ബുക്ക് ഫ്രീ ആണ്, ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ട്. ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണം. പിന്നെ എന്തിനാ ഇവിടെ കാശ്? എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞിട്ട് അത് നന്നാക്കാൻ 200 രൂപ വെച്ച് വേണമെന്ന് മാഷ് പറഞ്ഞത്. ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞു? ആ, നന്നാക്കില്ലേ അത്? കാലൊടിഞ്ഞോടാ? ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞോടാ? ഇവനെയൊന്നും തല്ലാനും ഒക്കില്ലല്ലോ ദൈവമേ. ഇക്കണക്കിന് ഇവനൊക്കെ പ്രിൻസിപ്പൾ ചത്തുപോയി റീത്ത് മേടിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറയുമല്ലോ. എന്തൊരു കഷ്ടമാണത്. അല്ല ടീച്ചറെ, ഈ ലോകരിതൻ ടേബിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, അതിന്റെ കാലൊടിക്കും. വേറെ ആരാണ്ടാണ് ഓടിച്ചത്? അത് എന്റെ മോന്റെ തലയിലോട്ട് വെച്ചത്. ഇതൊക്കെ ലോകം ഉണ്ടായിപ്പോട്ടെ ചെക്കനൊക്കെ. ഇവനൊക്കെ ഇങ്ങനെ പോയി നാളെ സ്കൂളിൽ വിറ്റാറുണ്ടോ മാസം? ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ പൊന്ന് രക്ഷകർത്താക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഓരോ ദിവസവും ഇവിടെ വന്നിരിക്കുമ്പോൾ ആദ്യത്തെ ഫോൺ കോൾ വരുന്നത് മാനേജ്മെൻറ്റിൽ നിന്നാണ്. ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ 100% വിജയം കൈവരിക്കണമെന്ന്. ഇങ്ങനെയുള്ള പിള്ളേരാ 10ാം ക്ലാസ്സിൽ പഠിക്കണേ. പിന്നെ എങ്ങനെ വിജയം കൈവരിക്കും? അപ്പം നിങ്ങൾ രക്ഷകർത്താക്കൾ ഒന്ന് ഇവരെ ശ്രദ്ധിക്കണം. കുറെ പാവപ്പെട്ട പിള്ളേർ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അവർക്കും കൂടെ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക ഇവര്. എന്റെ മോനെ ഞാൻ വീട്ടിൽ ശ്രദ്ധിച്ചോളാം. ഒരു ഉപകാരം സാധനം ചെയ്തു തരാൻ പറ്റും. എന്താണ്? ഇയാളുടെ മോന്റെ ക്ലാസ്സിൽ നിന്ന് എന്നെ മോനെ ഒന്ന് മാറ്റാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ആദ്യം തീർക്ക്, അപ്പൊ തന്നെ മക്കൾ. അതെ, നിങ്ങൾ നിന്നേ. നിങ്ങൾക്ക് തമ്മിൽ വല്ല പിണക്കോ പരിഭവോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി മേലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. കൈ കൊടുത്തേ രണ്ടുപേരും സന്തോഷമായിട്ട് ക്ലാസ്സിൽ പോയിരുന്നോ? കണ്ടോ, ഇത്രയേ ഉള്ളൂ പിള്ളേരുടെ കാര്യം. നിങ്ങൾ രക്ഷകർത്താക്കന്മാരാണ് പലതും മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഈ പഠന കാര്യത്തിൽ മാത്രമല്ല, ഒന്ന് സ്വഭാവ കാര്യത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടില് ശരി. എന്നാ പിന്നെ എടാ, ഈ പടിഞ്ഞാറൻ തീര സമതലങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു.
റാൺ ഓഫ് കൊച്ചി മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു. ഇതിനെ 3 തരംതിരിച്ചിരിക്കുന്നു: ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഇവിടെ ഒരു പ്രത്യേകതയും കൂടി, ഇവിടെ ഒട്ടനവധി കായലുകളും അഴിമുകളും കാണപ്പെടുന്നു. ഒക്കെ ശരിയാണ്. അത്യാവശ്യമൊക്കെ പറയണ്ട്. പരീക്ഷ വരുമ്പോ എവിടെ പോണം എന്നുള്ളതാണ്. ഇതൊക്കെ അവന്റെ വായിലിരുന്നിട്ട് കാര്യമുണ്ടോ? പേപ്പറിൽ കാണണ്ടേ? ഇത് എഴുതാത്ത എന്താടാ? ഈ പരീക്ഷക്ക് വരുമ്പോ എഴുതണുണ്ടത്. ശീതളേട്ടന് എന്താ ഇവന് അക്ഷരങ്ങൾ അറിഞ്ഞൂടെന്ന്? ഈ പറയണതൊക്കെ ശരിയാണല്ലോ. അതെങ്ങനെ അക്ഷരങ്ങളാണ് പഠിക്കണ? എങ്ങനെയാണിത്? ഇത്രയും നാളായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ അവന് എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? പാടില്ല. എഴുതാൻ അറിയാൻ പാടില്ല എനിക്ക്. എഴുതാനറിയാം, വെറുതെ പറയണേ. എഴുതാനറിയാം. എഴുതിക്കടാ നീ, എഴുതിക്കടാ. ഇപ്പൊ പറഞ്ഞ ഉത്തരം ഒന്ന് എഴുതിക്കേ നീ. ഞാൻ സമതലം ഒന്ന് എഴുതിയേ. സമതലം ഒന്ന് എഴുതി. അങ്ങനെയാണ് എഴുതണം. എടാ സാന്ന് എഴുതാൻ അറിയാൻ പാടില്ലേ? സമതലം കാന്നാണല്ലോ എഴുതണത്. സാന്ന് പറയുമ്പോ അത് സ്കൂളിൽ പോണതാടാ നീ. നീ അവനിപ്പ ചീത്ത പറയല്ലേ? നിനക്കൊക്കെ എന്തായിരുന്നു പണി ഇവിടെ? ഈ 2 വരെ കോപ്പിയൊക്കെ ഉണ്ടായിരുന്നില്ല? അതിലൊക്കെ ഒന്ന് എഴുതി പഠിപ്പിക്കാറുന്നല്ല നിനക്കൊക്കെ? ഞാനിവിടെ ഈ ചോര നീരാക്കാൻ വേണ്ടി ഗൾഫിൽ പോയി കിടന്ന് പെടാപാട് പെട്ടല്ലേ? നിങ്ങളോട് ഞാൻ അന്നേരം പറഞ്ഞതാണോ എനിക്ക് ഇവനെ നോക്കാൻ പറ്റണില്ല, ഇങ്ങോട്ട് തിരിച്ചു വന്ന്. അപ്പൊ നിങ്ങൾക്ക് കാശായിരുന്നല്ലേ വലുത്. ഇവിടെ പിന്നെ മണ്ണുരുട്ടി തിന്നോ നീ? ചൊറിഞ്ഞു വരുന്നു. ലോകത്തുള്ള സകല കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ നിനക്കറിയാം. നീ എഴുതാനും വായിക്കാനും അറിയാത്ത എന്താണ്? അച്ഛനമ്മക്കൊക്കെ പറഞ്ഞു തരുന്നതിന് പരിധിയില്ലടാ. നീയല്ലേ ചെയ്യേണ്ടത്. ജയിക്കേണ്ടത് നീയാണല്ല. ഞങ്ങൾക്ക് അവിടെ വന്നിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുമോ? എന്താ നിന്റെ പ്രശ്നം? അത് പറ. നിനക്ക് എന്തിന്റെ കുറവുണ്ട് വീട്ടില്? ഈ ഇത് കണ്ട ഒരു അക്ഷരം എഴുതാൻ അവൻ അറിയാൻ പാടില്ല. നിന്നെ ഏത് ക്ലാസ്സിലാണ് നീ പഠിക്കണത്? എടാ മറ്റുള്ളത് പരീക്ഷ പോലെ അല്ല ഇത്. ഇത് എഴുതണം. മറ്റുള്ള ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ജയിപ്പിച്ചിടും. അവിടെ ഇരിക്കാൻ അടുത്ത കുട്ടികൾ തന്നെയല്ലേ. അതുകൊണ്ട് നിന്നൊക്കെ ജയിപ്പിച്ചു വിടണേണ്. ഇത് SLCക്ക് അങ്ങനെയല്ല. അത് അവിടെ വേറെ ടീച്ചേഴ്സൊക്കെയാണ് നോക്കണത് പരീക്ഷ പേപ്പറൊക്കെ. അപ്പൊ എഴുതണം എന്നാലേ ജയിക്കുള്ളൂ. ഇനി ഇവനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ? പറഞ്ഞ് ഞാൻ മടുത്ത്. ഓരോ പിള്ളേര് പഠിക്കണ മനുഷ്യന് കൊതിയാണ്. എന്റെ കൊച്ചിനെ കണ്ട ഇതെന്താണ് ഈ ഫാനിന് കാറ്റുമില്ലേ? ഇത്രേ സ്പീഡേ ഉള്ളൂ. ഓ പറഞ്ഞില്ല. എന്റെ മൊയ്തു ഇവിടെ മാനേജ്മെന്റിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യം മൊയ്തുവിന് അറിയാമോ? ഈ കൊല്ലം 10ാം ക്ലാസ്സിൽ 100% വിജയം കൈവരിക്കുന്നു. നിങ്ങൾ എന്തിനും വേണ്ടാത്ത വാക്കൊക്കെ കൊടുക്കാൻ നിൽക്കണേ? ഞാനേ ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. ഞാൻ അതിലേക്കാണ് എൻ്റെ കഴിവ് തെളിയിക്കേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്നും പറഞ്ഞാൽ നടന്നാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. എന്താ ഇപ്പം ചെയ്യാന്നുള്ളതാണ്. ആ 14 എണ്ണം 1ഉം 2ഉം അല്ല 14 എണ്ണം ഉണ്ട് ഈ 100% ഭീഷണിയായിട്ട് നിൽക്കണേ. അതൊന്നും ഇനി എങ്ങനെ പരീക്ഷ എഴുതിയാലും ജയിക്കൂല. പറഞ്ഞു വിട്ടാലും ടീസ് കൊടുത്തിട്ട് ഞാൻ ആലോചിച്ചതാ പല പ്രാവശ്യവും. അതില് പ്രസിഡന്റിന്റെ കൊച്ചുണ്ട്. നിങ്ങളുടെ മോ ആശുപത്രി തന്നെയാണോ? അപ്പൊ അവനുണ്ട്. ഇതിനൊക്കെ പറഞ്ഞ് വേറെ ഏതെങ്കിലും സ്കൂളിൽ വിട്ടാ അവരെങ്ങനെ ചുമക്കാം? ആരെങ്കിലും തയ്യാറാവണ്ടേ? നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി. നിങ്ങളെല്ലാം മാസുമാര്. ടീച്ചറെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ആ വഴി എന്താ വെച്ചാൽ പറയും. എന്താണ് സാറ് വരാൻ പറയണ്ടായി? ഞാൻ 4 മണി കഴിഞ്ഞല്ലേ നിങ്ങളോടൊക്കെ വരാൻ പറഞ്ഞേ? അതെ, 4 മണിക്ക് ഞാനൊരു കടയുടെ പണിയായിട്ടുണ്ട്. നാളെ ഉദ്ഘാടനമാണ് അതിന്റെ. അപ്പൊ ഇന്ന് രാത്രി കൂടി ഇന്ന് ചെയ്തു കൊടുത്താലേ തീരുള്ളൂ. ഞാനപ്പോ രാഘവേട്ടനെ കൂടി വിളിച്ചോണ്ട് പോന്നാണ്. ഇരിക്കും. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കാര്യങ്ങളിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ പഠനത്തെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ലല്ലോ. എന്താ സാറേ വരാൻ പറഞ്ഞു? അതെ, നിങ്ങളുടെ ഉൾപ്പെടെ 14 കുട്ടികൾ എങ്ങനെ വിചാരിച്ചാലും ഇത്തവണ ജയിക്കാൻ പോണില്ല. അപ്പൊ അതറിയാം. ഇത്തവണ ഇവിടുന്ന് 62 പേരാണ് SLC എഴുതണേ. അവര് മുഴുവൻ ജയിച്ചാലല്ലേ 100% വിജയം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഈ 14 പേരെ എങ്ങനെയായാലും ജയിക്കില്ല. എന്റെ മോനുണ്ട് സാറേ? ഉണ്ട്, അതല്ലേ വരാൻ പറഞ്ഞത്. ഞാൻ മാനേജ്മെന്റിന് വാക്ക് കൊടുത്തിട്ടുണ്ട് 100% വിജയം കൈവരിച്ച് കൊടുക്കാന്ന്. അതെന്ത് പണിയാ സാർ കാണിച്ചത്? ഞാനും ചോദിച്ചു. വേണ്ടാത്ത വർത്താനം നിങ്ങൾ പറഞ്ഞു. അല്ല, അപ്പൊ നിങ്ങളുടെ പിള്ളേര് ജയിക്കണ്ടെന്നാണോ? വഴി കണ്ടെത്തി എന്ന് പറഞ്ഞില്ല. ആ വഴി പറഞ്ഞില്ല നിങ്ങൾ. ഇവരൊക്കെ പറയുന്ന കേട്ടോ ഞാൻ കുറ്റക്കാരന് പോലെയാണ്. അതെ, വഴി ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതായത് ഓട്ടിസവും മാനസിക പ്രശ്നങ്ങളും ഉള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതാതെ തന്നെ അവരെ ജയിപ്പിക്കാനുള്ള ഒരു വഴിയുണ്ട്. ഒരു പരീക്ഷ എഴുതണ്ട. പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞാൽ അവർ പേന കൊണ്ട് എഴുതണ്ട. പക്ഷെ അവർ പറയണം. അവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം നമ്മളൊരു സ്ക്രൈബിനെ വെച്ച് പകർത്തണം. ആരാണ് സ്ക്രൈബ്? അതായത് ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരമുണ്ടല്ലോ, അത് പകർത്താനിരിക്കുന്ന ആളിനെയാണ് സ്ക്രൈബ് എന്ന് പറയുന്നത്.
അതിപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശരാശരി നിലവാരമുള്ള കുട്ടിയെ വേണം ഇരുത്താൻ സ്ക്രൈബായിട്ട്. ഇതിപ്പോ പറയാൻ നമ്മളെ കുട്ടിക്ക് നിശ്ചയം വേണ്ടേ? അല്ല, അത് പറയില്ല എന്ന് നമുക്കറിയാം. നിയമം അങ്ങനെയാണെങ്കിലും നമ്മൾ 9ാം ക്ലാസ്സിൽ ഏറ്റവും മിടുക്കരായ കുട്ടികളെയാണ് സ്ക്രൈബായിട്ട് തിരഞ്ഞെടുക്കണേ. അപ്പോൾ അവർ തന്നെ പഠിച്ചങ്ങ് എഴുതിക്കോളും. ഈ മണ്ടന്മാർ വെറുതെ കണ്ടോണ്ടിരുന്നാൽ മതിയല്ലോ. അത് മാത്രല്ല, ഇങ്ങനത്തെ പേപ്പർ വാല്യുവേഷന് പോകുമ്പോഴേ ആ ടീച്ചേഴ്സിന് ഒരു ആനുകൂല്യമൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഈ കിട്ടുന്ന മാർക്കിന്റെ കൂടെ ഒരു 25% കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ മാർക്ക് എഴുതുക. അപ്പൊ നല്ല മാർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെക്കാളും മാർക്ക് കൂടുതൽ ഈ മണ്ടന്മാർക്ക് കിട്ടും. ഈ മണ്ടന്മാർ നിങ്ങൾ ഇങ്ങനെ അടിവരട്ട് പറയണ്ട, നമ്മളെ കുട്ടികളല്ലേ. അല്ല, നമ്മുടെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ ഡിസംബറിൽ ടിക്കറ്റ് ഇല്ലല്ലോ. സാറ് നേരത്തെ പറഞ്ഞ അസുഖമില്ലല്ലോ. ഡിസബിലിറ്റി, അതായത് ഒരു തരം ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം, അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ ശുപാർശയിൽ ഒരു മെഡിക്കൽ ബോർഡാണ് തരേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ കാശിനുള്ള ആക്രാന്തമുള്ള ഇങ്ങനെയുള്ള കൊള്ളരുതായികളൊക്കെ ചെയ്യണ ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ പരിചയത്തിലുണ്ട്. അയാൾക്ക് ഭ്രാന്താണേ. അല്ല, കാശെന്ന് പറഞ്ഞാൽ ഭ്രാന്താണേ. കാശെന്ന് പറഞ്ഞാൽ എന്ത് കൊള്ളരുതായികയും ചെയ്യും. ആളിന്റെ പേര് സത്യശീലൻ എന്നാണ്. സാറേ, എന്താ പ്രശ്നം? ഇതെന്നെ പ്രശ്നം. എന്തിനാ നിങ്ങൾ കരയണത്? എന്തിനാ? സാറേ, അമ്മാവനാന്ന് ആരെന്ത് പറഞ്ഞാലും അപ്പ കരയും, പൊട്ടിക്കരയും സാർ. കരയണ്ട കേട്ടോ. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? കരച്ചല് നിർത്താൻ. കരച്ചല് നിർത്താൻ. അപ്പൊ ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ചോദിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ കരച്ചിൽ നിർത്തുക? എങ്ങനെ നിർത്തും? കരയണ്ട കേട്ടാ. എന്തെങ്കിലും വേറെന്തെങ്കിലും പരിപാടി കുറേ കൊണ്ടുപോയി, പല സ്ഥലത്തും കൊണ്ടുപോയി, രക്ഷയില്ല. ഇവിടെ എങ്ങനെയെങ്കിലും ശരിയാക്കും. എന്തെങ്കിലും കഴിക്കണോ? ഒരു കാര്യം ചെയ്യും, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അഡ്മിറ്റ് ആക്കുവോ? എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. ആയി സാറേ, കരയണ്ട. ഡോക്ടർ പറയുന്നേ ആശുപത്രി പോവാന്ന്. അഡ്മിറ്റ് ആക്കും. അപ്പൊ അവിടുന്ന് നോക്കാം. നമുക്ക് അവിടെ നോക്കിയാ പോരെ? കൺസൾട്ടിംഗ് ഫീസ് തന്നില്ല. പോവാ അമ്മാമ, പോവാ വീട്ടിലേക്ക് പോവാ. കുറച്ച് സമാധാനമുണ്ട്. ബാബാ, വെള്ളം വല്ല കുടിക്കണോ? നിങ്ങൾ പോ. എന്തിന്താണോ? നമസ്കാരം സാർ. നമസ്കാരം. എന്താ പേര്? ആസിം മൊയ്തു. ആസിം മൊയ്തു മോനാണ്. ആ പേപ്പർ എടുത്തോ. വേനി കുറച്ച് വാക്കുകൾ പറയാം, അത് എഴുതണം. ആപ്പിൾ. എനിക്ക് ശരിയാക്കിയതല്ലേ? എഴുതിയോ? ഇത് തെറ്റാണ്. എഴുതിയ തെറ്റാ. മാംഗോ. മാംഗോ ഒന്ന് തെറ്റാ, എഴുതിയ തെറ്റാ. റൈഡ്. റൈഡ്. തെറ്റാ. ഇനി ഞാനൊരു 2-3 ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരം പറയണം. ഓ, നടൻ മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. കറക്കല്ലേ? സിനിമയിലെ ആളാ.
ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, ഉമ്മൻചാണ്ടി. ഞാൻ പറഞ്ഞത് സാറേ. അതെ, ആ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് നിങ്ങൾ പറ. അല്ല സാറേ, ഓനെ എഴുതിയൊക്കെ ഇടങ്ങാറല്ലേ? ഇയാൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, ഓനെ എഴുതിയൊക്കെ തെറ്റല്ലേ? അത് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇതിലൊന്നും കുഴപ്പമില്ല. ഇത് ആപ്പിൾ എഴുതി ശരിയാണ്, മാംഗോ ശരിയാണ്, റൈറ്റ് ശരിയാണ്, എല്ലാം ശരിയാണ്. അല്ല, എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഓന്. സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അവന് ഒരു കുഴപ്പമില്ല. അവന് കൃത്യമായിട്ട് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇത് അതിന് കാരണക്കാരൻ നിങ്ങളാണ്. നമ്മക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ്. മൻമോഹൻ സാർ പറഞ്ഞ കുഴപ്പമില്ല, പൈസ തരുമെന്ന് അറിഞ്ഞു. ഇപ്പോ ഈ വൈകല്യങ്ങൾ 3 തരത്തിലാണുള്ളത്. ഓ, ഒന്ന് ഡിസ്ലെക്സിയ. അതിൻ്റെ അതായത് അക്ഷരങ്ങളൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള പ്രയാസം, ആ, ബുദ്ധിമുട്ടുകൾ. ഓ, അതിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ഗ്രാഫിയ. അതോ? അതായത് കുട്ടിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട്. ആ. പിന്നൊന്നുള്ളത് ഡിസ്കാൽക്കുലിയ. അത് കണക്ക് കൂട്ടാനുള്ള പ്രയാസം. ആ, ഇതിലേതാണ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത്? ഇത് 3 കൂടി ആകുമ്പോ എത്ര പൈസയാവും? അല്ല, നിങ്ങളിത് എന്തിനു വന്നതാ? അല്ല, 3 കൂടി ആകുമ്പോ ഓന് ഉപകാരം. പച്ചക്കറി കടയാ? നമുക്ക് അറിയാറ്റാണ് സാറേ, അറിയാത്തോണ്ട് ചോദിച്ചാ. ഓന് പറ്റണ എടുത്തോളൂ നിങ്ങള്. ഓന്റെ ഈ കോലത്തിന് പറ്റണ ഏതാ വെച്ചാല് നിങ്ങളുടെ കുട്ടിക്ക് ആ, ഡിസ്ലെക്സിയ മതി. ആ, അതാണ്. അത് കേൾക്കാനൊരു സുഖമുണ്ട്. അതുപോലെ മതി. ആ, അതായത് ഇവന് ചേരും. അക്ഷരങ്ങളെ തിരിച്ചറിയാനുള്ള. അതാണ് അവന്റെ പ്രയാസം. പേരെന്ന് പറയൂ. ആസിം. അപ്പൊ ശരിയേട്ടാ, ആ. പൊക്കോളൂ. അല്ല, അപ്പൊ ഇത് എപ്പോഴാ കിട്ടുക? അത് മന്നൻ സാറിന് കൊടുക്കും. ആ, കായൊക്കെ സാറിന് കൊടുത്താൽ മതി. അവിടെ കൊടുത്താൽ മതി അല്ലേ? എന്നാ പിന്നെ നിങ്ങൾ പോട്ടെ സാർ. ശരി ശരി. താങ്ക്സ് പറയടാ. താങ്ക് യു. താങ്ക് യു. മോനെ, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എഴുതിക്കൂടെ? പഠിക്കുക നീ? പഠിക്കുന്നു പറയും. പഠിക്കാം. പഠിക്കാൻ ആർക്കും എനിക്ക് വേണ്ടിട്ടോ. പോട്ടെ സാർ. ആ, നിങ്ങളുടെ കൂടുതൽ വന്ന ആളുകൾ ഇനി അവിടെ അല്ലേ? ഒന്നുണ്ട്. പേര് വിളിച്ചോ. ആ, ബാബാ. മറിമായം